ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ചിരിക്കണം. കുറെ നാളായി ഞങ്ങൾ വ്ലോഗ് ചെയ്തിട്ടപ്പോൾ ഒരു ചമ്മൽ. പെപ്സി കുടിക്കാം. കഴിക്കാൻ പാടി. ഡിപ്പൊന്നും കഴിക്കരുത്. മയോണൈസ് ആണ്. ഹെൽത്തി മയോണൈസ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് തരാം. എങ്ങനെയുണ്ട്? സെറ്റാണ്. കഴിക്കട്ടെ ഗൈസ്. നമ്മള് ഫുഡ് കഴിച്ചു വന്നു. അപ്പൊ നമ്മൾ അമ്പാടിയെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ ഇന്നില്ല, എനിക്ക് നാളെ പോകണം. ഇന്ന് വേണ്ട, നമുക്ക് ഞാൻ ചോദിച്ചായിട്ട് പോകും. അപ്പൊ ചോദിച്ചാണോ നാളെ പോണേ? പിറ്റേ ദിവസം സെറ്റ്. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ അപ്പുറത്തെ ആൾക്കാർ. ഹേ ഗൈസ്, നമ്മളപ്പം കൊച്ചി വൈബ് പിടിക്കാനായിട്ട് അമ്പാടി ബ്രോ 2 ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ബാക്കി സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിപ്പോൾ പ്ലാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തതാണ്. പ്ലാൻ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ വരും. കാരണം മറ്റന്നാൾ വിഷു ആയതുകൊണ്ട് നമുക്ക് കുറേ ദിവസം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയി വണ്ടിക്കൊരു സർവീസ് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് നാളെ. പണിയല്ല, സർവീസ് ഇപ്പം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പം ഇതിനൊരു സൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ എന്തോ ഒരു ബെൽറ്റ് അടിക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് പിക്ക് ചെയ്തിട്ട് പോകും. ഇത് കുറെ എന്താ സൗണ്ടെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം എനിക്കൊരു ബെൽറ്റിന്റെ, സാധാരണ വണ്ടിയിലൊക്കെ ബെൽറ്റിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതാണ്, പക്ഷെ ഇത് ഓട്ടത്തിലില്ല. ഇതിപ്പോൾ ജസ്റ്റ് രാവിലെ ഒരു കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അങ്ങനത്തെ ടൈമിലൊക്കെ വരത്തുള്ളൂ ഈ സൗണ്ട്. അപ്പം ഇതൊന്നുകൊണ്ട് കാണിക്കാം, കാരണം ഇത് കൂടി വരുന്നുണ്ട്. നേരത്തെ ഒരു 10 സെക്കൻഡൊക്കെ ഉള്ള സാധനം ഇപ്പോൾ ഇതൊരു ഫണ്ണ് ബ്ലോഗ് ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു മനസ്സിൽ ഫണ്ണ് ബ്ലോഗ് ആയിരിക്കണം. നമ്മൾ കട്ട് ചെയ്യാം, നമുക്ക് ഇത്രയും ലെങ്ത് വേണം. ഞാൻ മാക്സിമം ബ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട് ബ്ലോഗ്. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോസുകളൊക്കെ കാണാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തു നിന്നെല്ലാം അത്യാവശ്യം ഫണ്ണ് ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അന്യായ ഫണ്ണായിരിക്കണം, ഫുള്ള് എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് മാത്രം. അപ്പം അതിൽ നമുക്കിനി ഞാനിത് കട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് മാക്സിമം, അല്ല 1-2 മണിക്കൂറിലേക്കുള്ള പരിപാടിയില്ല. ജസ്റ്റ് 15 മിനിറ്റ്സ് ഞാൻ കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. അത് അത്രയും കണ്ടാൽ മതി. ഇത്രയും വിളിക്കാൻ വന്നപ്പോൾ മുട്ട കയറ്റിയിരിക്കും. മോട്ടിവേഷൻ തരാം. ഒരു മോട്ടിവേഷൻ ഇല്ല, എനിക്ക് തന്നെ മോട്ടിവേഷൻ ആരെങ്കിലും തരണം. നമ്മൾ ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ ടൈം എടുക്കും, അല്ലെങ്കിൽ നാളെ കൊണ്ടുവരാനൊക്കെ പറയുന്നത്. ഞാൻ മറന്നുപോയി. ഷൂസ് നമ്മൾ എടുത്തിട്ട് നമ്മളൊന്നുകൂടെ വീട്ടിൽ വന്നു. നമ്മളിപ്പം കൊച്ചി ഓഫ് ടു കൊച്ചി. ബ്ലോഗ് ഇന്നലെ തുടങ്ങിയടാ. എല്ലാരും സബ് ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ അടിക്കണം. കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കെന്ന് വെച്ചാല് അവിടെ ഫ്ലാറ്റിൽ പോവാ, മാമനെ പോവാ. മാമനെ കണ്ടാലൊന്നും ചാർജ് ആവാൻ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് ചാർജ് ആവാൻ നമ്മുടെ കാർമലിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്.
വീഡിയോ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ അത് ഒന്നും എടുക്കാൻ അതല്ല അത് മറ്റേ ഇതിലിടാൻ സ്റ്റോറി ഫുള്ള് റീല് ഫുൾ മറ്റേ സൈസ് നമ്മള് അങ്ങനെ കൊച്ചെത്തി. അഭിരാം ഇതാണ് അഭിരാം. നമ്മൾ അഭിരാമിനെ പിക്ക് ചെയ്തത് കാണിച്ചില്ലായിരുന്നു. അപ്പൊ ഇതാണ് അഭിരാം. പിന്നെ നമ്മുടെ പ്ലാൻ എന്താണ്? പ്ലാൻ പറ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വാച്ച് എടുക്കണം, അമ്പാടിക്ക് വാച്ച് എടുക്കണം. അങ്ങനെ അതാണ് പരിപാടി. അപ്പോൾ എനിക്കൊന്ന് ഓഫീസിൽ കയറണം. ഇവരിപ്പം ലുലുവിൽ പോയിട്ട് വൈകിട്ട് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊക്കെ ഹെൽത്തി ആയതുകൊണ്ട് ഹാഫ് ബിരിയാണി, അമ്പാടി അൺഹെൽത്തി ആയതുകൊണ്ട് ഫുൾ ബിരിയാണി. അവന് മസിൽ വരണം, അവന് വെയിൻസ് തെളിയണം. അതുകൊണ്ട് അവന് വെയിൻസ് തെളിയാൻ വേണ്ടിയിട്ട് ഫുൾ ബിരിയാണി. ഇവര് ലുലുവിൽ പോയി മെട്രോ സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാം. നമ്മളപ്പം ഫ്ലാറ്റിലെത്തി. അത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ ഇത് വെച്ചോണ്ട് വന്നേട്ടോ. എടാ അപ്പം നമുക്കിനി അടുത്ത പരിപാടി ഒരാളുണ്ട് അടുത്ത വാഷ്റൂമിലാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്കൊന്ന് കഴിക്കണം, കിടക്കണം, കുളിക്കണം. അവിടുത്തെ ലൈറ്റ് ഇവിടെ ഒരുപാട് നാട്ടുകാരെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതല്ല അത് ഭയങ്കരം തന്നെ. അപ്പം ഇനിയിപ്പം പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു? പ്രോഗ്രാംസ് സെറ്റാണ്. പൈസ കൊടുത്ത് മേടിച്ച അപ്പൊ കളയത്തില്ല. നമുക്കൊന്ന് കുറച്ച് വെള്ളം കുടിക്കണം, എന്നിട്ട് കഴിക്കണം. എന്നിട്ട് അപ്പുറത്തെ മാമനുണ്ട്, അപ്പൊ പുള്ളിയും കൂടെ എടുത്തോട്ടൊന്ന് പോണമെന്നുണ്ട്. അഭിരാം പറയണ എന്താണ് സെറ്റായല്ലോ? പിന്നെ രാത്രി കാണാൻ എടുത്ത് വെച്ചിട്ട്. എടാ എന്താ എങ്ങനെ ഉണ്ടപ്പം? നമുക്ക് ഇനി എന്താ പരിപാടി? എന്താ അഭിരാമ എന്താ ചെയ്യണ്ടേ? ബിയറൊന്നും ഇല്ല. നമുക്ക് ഫിറ്റ്നസ് നീയൊക്കെ ഇത് ഫിറ്റ്നസ് ബ്ലോഗ് ആക്കണ്ട. ഫിറ്റ്നസ് ആക്കണ്ട. ഇനി ഫിറ്റ്നസ് മിണ്ടരുത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത നമ്മള് കുടിക്കുന്നു, കളിക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. അടിയില്ലല്ലോ, നമ്മള് കുടിക്കാറില്ലല്ലോ. അപ്പം ചിക്കനും ഓക്കെ. അതെ ഇതൊക്കെ ഓക്കെ. ഇന്നാ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. ഞാൻ വന്നാലെല്ലാവരും നമ്മളെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഒരു പാട്ട് ചേർത്തേ ചുള്ളത്തിട്ടത് അതായത്. പോട്ടെ. 50 reps ആണ്. എത്ര എക്സ്പ്രഷൻ വിരിഞ്ഞ് മോനെ വിരിഞ്ഞ്. മുട്ട ബജി, ഓംലെറ്റ് എൻ്റെ റെസിപ്പിയാണ്. അതെ, അവനവിടെ പോയി മാറിയിരിക്കുകയായിരുന്നു. ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായി. ഞങ്ങൾ അപ്പുറത്തെ മാമൻ്റെ ഫ്ലാറ്റ് വരെ പോവാം. Eat healthy. Lazy is healthy always. ഹെൽത്തിയിലോട്ട് വരണം. ഓയിൽ ഫ്രീ ആണ്. നമ്മൾ പണിഞ്ഞ നമ്മൾ വാർത്തഎന്താ അമ്പാടി. എൻ്റെ പേരുണ്ടാ ബാബുരാജ്. ബാബാ വാച്ചിങ് മൂവി. ഫണ്ണി വീഡിയോസ്. നമ്മളെ കാർ, ചേട്ടൻ്റെ കാർ. ബെൻസിന്റെ മാമന്റെ വീടാണ് ഗൈസ് ഇപ്പുറത്ത്. ഞാൻ ഫോൺ ചെയ്യട്ടെ.
നമ്മള് മാമൻ ഒരായി പണിയെടുക്കുന്ന മനുഷ്യന്റെ അടുത്ത് വെറുതെ ഈ ചെറുക്കനൊക്കെ വിളിച്ചോണ്ട് വന്ന് ക്രിക്കറ്റിൽ കണ്ട് പണിയെടുത്തിരിക്കുക. നമ്മളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാം ഗൈസ്. അപ്പം ഗുഡ് മോർണിംഗ്. പിള്ളേർ രണ്ടുപേരും ഉറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റാണ് ഫോൺ കാണാതെ നോക്കുന്നത്. രാത്രി മസിൽ പിടിച്ചാണ് നീ ഇതൊക്കെ നോക്കി പറഞ്ഞ നീയൊക്കെ കടന്ന് ഉറക്കുവാണ്. എനിക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിരിക്കുന്നു. അഭിരാമിനെ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാൻ ഫ്രീക്ക് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന അമ്പാടി. രാവിലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് എങ്ങനെയുണ്ട്? പോട്ടി അമ്പാടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നാ? നോർമൽ ഫുഡ്, പക്ഷെ ഒട്ടും പൈസ ഇല്ല. 300 രൂപ ഇത്ര കഴിച്ചപ്പോ 298 300 കൊള്ളാം. ഇത് നമ്മളെ പണ്ട് ഞാൻ കഴിക്കുന്ന അവിടെയായിരുന്നു. തൃപ്പൂണിത്തറ അല്ല, ഇത് ഇരുമ്പനം ജംഗ്ഷനിൽ തന്നെ. ഗൈസ്, ഇവിടെ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ഇന്ന് തിരക്കാണ് അവിടെ ഫുള്ള്. ഇവിടെ ഫുള്ള് വണ്ടി. അപ്പം കരയുന്നു അങ്ങനെ അടിച്ചെന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ശനിയാഴ്ച ബുക്ക് ചെയ്യും. ആ നമ്പറിലൊന്നും വിളിക്കല്ലേ. മലമ്പുറപ്പിന്റെ ഒരാ വണ്ടി ഇവിടെ കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ വണ്ടി പഠിക്കണ ക്ലാസ്. റിക്ഷ ഗൈസ്, റിക്ഷ. ഇതാണ് കോട്ടയം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഹലോ ഗൈസ്, നമ്മള് എൻഡ് ചെയ്യാണ്. ട്രിപ്പ് എന്തായിരുന്നു? എടുത്തിട്ട് തന്നെ എന്റെ ബാഗാണ് കൊടുക്കാറ്. തിരിച്ചു ലാപ്ടോപ്പ് ബൈ. അടുത്ത ട്രിപ്പില് ഒറിജിനൽ ഓക്കെ.